കലോത്സവം ഓർമ്മകളും നാടകവിശേഷങ്ങളും പങ്കുവച്ച ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ. മനുഷ്യനുള്ളയിടത്തോളം നാടകം കരുത്തുറ്റതായി നിലനിൽക്കുമെന്നതിന്റെ തെളിവാണ് സ്കൂൾ കലോത്സവത്തിലെ നാടക മത്സരം കാണാനെത്തിയ ജനപങ്കാളിത്തമെന്ന് സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. കലോത്സവത്തിന് കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്ന ഓർമ്മകളും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പങ്കുവച്ചു. ഇന്ന് ഈ കലോത്സവ വേദിയിൽ നമുക്കൊപ്പം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണുള്ളത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സന്തോഷ് കീഴാറ്റൂര്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇന്ന് നാടക മത്സരം ഉണ്ടായിരുന്നു. വളരെ നാടക മത്സരത്തിന്റെ തുടക്കത്തിൽ മാത്രമാണ് 2 നാടകങ്ങൾ മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ സന്തോഷ് കീഴാറ്റൂര് അതിൽ കൂടുതൽ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, നാട്ടുകാരനാണ്. അങ്ങനെ നമ്മൾ ഒരുമിച്ചുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്ന രീതിയിൽ വീണ്ടും വരുമ്പോൾ സന്തോഷേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവം? കലോത്സവം ഞാൻ രാവിലെ എത്തി. ഞാൻ വന്ന ഉടൻ തന്നെ അറിയാലോ, പറഞ്ഞത് സത്യമാണ്. KMR പറഞ്ഞ പോലെ ടാഗോർ തിയേറ്ററിൽ രാവിലെ 10 മണിക്ക് പോയിട്ട് അവിടെ ഇരുന്നതാണ്. ഇപ്പൊ 6 മണിക്കാണ് എഴുന്നേറ്റത്. ഉച്ചക്ക് ഭക്ഷണം പോലും കഴിക്കാൻ എഴുന്നേറ്റിട്ടില്ല. അവിടെ ഇരുന്ന് കുട്ടികളുടെ നാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എഴുന്നേൽക്കാത്ത മറ്റൊന്നും കൊണ്ടല്ല, ഒരു സീറ്റ് കിട്ടില്ല, കാരണം ഫുൾ പാക്ഡ് ആണ്. അതായത് ഈ തിരുവനന്തപുരത്തുള്ള കലോത്സവത്തിൽ ഞാൻ ഇത്രയും ദിവസം ഞാൻ കണ്ടതിനകത്ത് കാണികൾ തിങ്ങി നിറഞ്ഞൊരു സദസ്സാണ്. ഇപ്പോഴും അതെ, അതിന്റെ തറയിലും ബാൽക്കണിയിലും ഒക്കെ നാടകം കാണാൻ എത്രയോ പേർ തിരിച്ചു പോവാണ്. അപ്പോ ഇത് അടുത്ത സുഹൃത്തുക്കൾ വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. ഇനിയും നാടകം കാണാൻ പോകണം. നാളെ മുതൽ മറ്റ് വേദികളിലൊക്കെ കറങ്ങും. ഇവിടെയുണ്ട് കലോത്സവം 2 ദിവസം, 2-3 ദിവസം ഉണ്ട്. ഈ കണ്ട നാടകങ്ങളിലെ അതിനകത്ത് ഏത് ഇഷ്ടപ്പെട്ടു എന്ന് ഇല്ല, ഞാനത് ഇപ്പൊ പെട്ടെന്നൊരു ജഡ്ജ്മെന്റ് ഞാൻ പറയാൻ പാടില്ല. പക്ഷെ ഞാൻ കണ്ട നാടകങ്ങളിൽ 8ഓളം നാടകങ്ങൾ കണ്ടു. അതിൽ 4 നാടകങ്ങൾ ഞാൻ കണ്ടതിൽ മികച്ച നിലവാരം പുലർത്തുകയായിരുന്നു. മികച്ച നിലവാരം പുലർത്തുക അഭിനയത്തിൽ മാത്രമല്ല, പുതിയ കാലത്തിനോട് വിളിച്ചു പറയേണ്ട അതിശക്തമായ രാഷ്ട്രീയം, വ്യക്തമായ രാഷ്ട്രീയം കുട്ടികൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം പൊതുസമൂഹം ഏറ്റെടുക്കുന്നു, അല്ലാതെ വെറുതെ അതൊരു നാടകം കളിച്ച് കളയുക എന്നതിലപ്പുറം അത് എത്രത്തോളം ആ കുട്ടികൾ എടുക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടികൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആ സ്കൂൾ എടുക്കുന്നു, അതിലെ ടീച്ചേഴ്സ് എങ്ങനെ ആ കുട്ടികൾ പറഞ്ഞ രാഷ്ട്രീയം എടുക്കുന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. പക്ഷെ അതിന്റെ ദൗർഭാഗ്യവശാൽ എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും വളരെ മികച്ച നാടകങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പോലും ആ ഒരു ദിവസത്തോടുകൂടി ആ രാഷ്ട്രീയം അല്ലെങ്കിൽ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ അതവിടെ അവസാനിക്കുകയാണ്, മറന്നുപോകുന്നു. പക്ഷെ അതല്ല വേണ്ടത്. കാരണം അത് നിരന്തരം ഞാൻ അറിയാലോ, ഞാനും കുട്ടികളുടെ നാടകങ്ങളൊക്കെ ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അന്നും ഇന്നും പറയാറുണ്ട്, ഈ മികച്ച നാടകങ്ങൾ അറ്റ്ലീസ്റ്റ് സ്കൂളുകളിലെങ്കിലും അതൊരു തുടർച്ചയായിട്ട് അവതരിപ്പിക്കാറുണ്ട്. ഒരു ടൂറിംഗ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ സർക്കാർ ഇനിയെങ്കിലും, കാരണം 1000 പ്രസംഗിക്കുന്നതിനേക്കാളും ഏറ്റവും അതിഗംഭീരമാണ് മികച്ച ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിനെ സംബന്ധിക്കുന്നതാണ്. അത് പ്രകൃതിയെ സംബന്ധിക്കുന്നതാവാം, മനുഷ്യനെ സംബന്ധിക്കുന്നതാകാം, എല്ലാം. കൊട്ടിയുടെ രാഷ്ട്രീയമല്ല അത് പറയേണ്ട വേദിയല്ല ഇവിടെ. അല്ലാത്ത രാഷ്ട്രീയം പറയുന്നത് മനുഷ്യപക്ഷത്തിന്റെ, മനുഷ്യ സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, പ്രകൃതിയുടെ ഒക്കെ അത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നു കുട്ടികളിലേക്കെങ്കിലും എത്തണം. അല്ലെ അവരെ പഠിക്കുന്ന അധ്യാപകർക്ക്, ഈ അധ്യാപകരെ പഠിപ്പിച്ചു വിടുന്നതല്ലാതെ അവരെങ്കിലും കണ്ടിട്ട് കുറച്ചു പേർക്കെങ്കിലും ബോധോദയം വരികയാണെങ്കിൽ മാത്രമേ ഈ കലോത്സവം കൊണ്ട് മറ്റൊന്ന് ഈ നമ്മുടെ നാടകവേദി, അതായത് സന്തോഷേട്ടൻ നിരന്തരം നാടകം ഒരു ഉപാസനയെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ നാടകവേദി ഇനിയും പ്രതീക്ഷയുണ്ട് എന്ന് തരത്തിൽ തോന്നിപ്പിക്കുന്ന ഒരുപാട് നാടകങ്ങളുണ്ട്. മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം നാടകത്തിന് പ്രതീക്ഷ ഉണ്ടാകും. പ്രത്യാശയാണല്ലോ നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ പ്രേക്ഷകർ പോലും കുറയുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കലോത്സവം നടക്കുമ്പോൾ ഏറ്റവും സത്യസന്ധമായ പ്രേക്ഷകർ ഉള്ളത് ആ ടാഗോർ തിയേറ്ററിലാണ്. കാരണം ഞാൻ പറയാൻ കാരണം, എനിക്ക് തന്നെ അറിയാം, കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും വന്നിരിക്കുകയാണ്. ഒരാൾ പോലും ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല. ഞാൻ കാണുമ്പോ ബാഗിൽ പഴം, ആപ്പിള്, ഓറഞ്ച്, മിക്സ്ചർ. ഞാൻ ഉച്ചക്ക് കഴിച്ചത് എന്താ അറിയോ? ഞാൻ ഉച്ചക്ക് കഴിച്ചത് മിക്സ്ചറാണ്, കുറച്ച് വെള്ളും എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ തന്നതാണ്. കാരണം അത്രത്തോളം എന്താണ് ഈ കുട്ടികൾ പറയുന്നത് എന്നറിയാൻ വേണ്ടി ആൾക്കാർ വരികയാണ്. മറ്റൊന്ന് അവിടെ കണ്ടൊരു വേറെ സർഗാത്മകത എന്ന് പറയുന്നത്, ആദ്യത്തെ നാടകം കഴിഞ്ഞ് 2ാമത്തെ നാടകത്തിന് ഇടവേള വന്നപ്പോ അവര് പ്രതിഷേധിച്ചത് പോലും സർഗാത്മകമായിട്ടുണ്ട്. പാട്ടുപാടി സർഗാത്മകമാണ്. ചെറിയ ടെക്നിക്കൽ എററാണ്. പക്ഷെ അവിടെ കൂവ വിളിക്കുക എന്നതിലപ്പുറം പാട്ടുപാടുന്നു. അതാണ് അതിന്റെ ഒരു നല്ല രീതി. സമരമുറ എന്ന് പറയുന്നത് അതാണ്. മറ്റൊന്ന്, സന്തോഷേട്ടൻ കലോത്സവ കാലം എന്ന് പറയുന്നത് പരിശീലകന്റെ റോളിലുണ്ട്, അതിനു മുന്നേ ഉള്ള കാലമുണ്ട്. ആ ഒരു കാലത്തെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും എനിക്കധികം കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അറിയാം, അന്നത്തെ കാലത്തൊന്നും നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരന് കലോത്സവങ്ങളിൽ പോകാൻ സാധിക്കില്ല. ആ സങ്കടം ഞാൻ തീർത്തത് കുട്ടികളെ നാടകം പഠിപ്പിച്ച് സബ് ജില്ല, സ്റ്റേറ്റിൽ കൊണ്ടുവന്നപ്പോഴാണ്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനില്ല. ഇപ്പം ഞാൻ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നു.
അതും വേണമല്ലോ, കാണുകയും ആസ്വദിക്കുകയും വേണം. ഒരുപാട് കുട്ടികളെ പരിശീലിപ്പിച്ചു. അവർ പലരും എ ഗ്രേഡ് ഒക്കെ നേടി പോയ ഒരുപാട് ശിഷ്യങ്ങൾ ഇപ്പോഴും നാടകത്തെ ഉപാസിക്കുകയാണ്. പ്രത്യേകിച്ച് പെൺനടൻ. ആ പെൺനടൻ ഇപ്പോഴും വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോ പുതിയ എന്തെങ്കിലും നാടകം നമുക്ക് പ്രതീക്ഷിക്കും. പുതിയതിന്റെ പണിപ്പുരയിലാണ് പെൺനടൻ കളിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. ഇനിയിപ്പോ കലോത്സവത്തിന് ഇനി ഈ വരുന്ന 2 ദിവസങ്ങളുണ്ട്. ഉണ്ട്. അതിനകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ്? എനിക്ക് നൃത്തരൂപം കാണണം. കാരണം പുതിയ കാലത്ത് എങ്ങനെയാണ് കുട്ടികൾ, നാടകമാണ് എന്റെ മെയിൻ. പക്ഷെ മോണോക്ട് പരമാവധി എല്ലാ വേദികളിലും പോയി ഈ കൗമാര കലയെ അല്ലെങ്കിൽ കൗമാരങ്ങളെ ഒന്ന് കാണുക, അവരുടെ വൈബ് ഒന്ന് ആസ്വദിക്കുക. അപ്പൊ എന്തായാലും വളരെയധികം നന്ദി കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകർക്കൊപ്പം ചേർന്നതിന്. ഈ കലോത്സവം കാണണം. താങ്ക് യു കേരള വിഷൻ, താങ്ക് യു. ഓക്കെ.